ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ SSR റെഗുലർ റിക്രൂട്ട്മെൻറ്റായ മെഡിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ SSR മെഡിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അത് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് ഓൺലൈൻ വഴിയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് മെത്തേഡിലൂടെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. എക്സാമിനേഷൻ്റെ ചോദ്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ്, അതായത് ഒരു ചോദ്യം 4 ഓപ്ഷൻസും അത്തരത്തിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാവുക. ആകെ നിങ്ങൾക്ക് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 100 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. ചോദ്യങ്ങളുടെ ലെവൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ +2 ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ ചോദിക്കുക. അതുപോലെ തന്നെ ഓരോ ശരിയുത്തരത്തിന് നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതാണ്. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആകെ 1 മണിക്കൂറാണ്, അതായത് 60 മിനിറ്റാണ് എക്സാമിനേഷൻ്റെ സമയദൈർഘ്യം. അപ്പോൾ നിങ്ങൾ 60 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു എക്സാമിനേഷൻ്റെ 4 സെക്ഷൻസ് അല്ലെങ്കിൽ 4 സബ്ജക്റ്റിലെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഏതൊക്കെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് സയൻസ്, രണ്ടാമതായിട്ട് ബയോളജി, മൂന്നാമതായിട്ട് ഇംഗ്ലീഷ്, നാലാമതായിട്ട് ജനറൽ അവയർനെസ് തുടങ്ങിയ 4 സബ്ജക്റ്റിൽ നിന്നാണ് എക്സാമിനേഷന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓരോ സെക്ഷനിൽ നിന്നും ആകെ 25 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ മാക്സിമം ആകെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ സെക്ഷനിൽ നിന്നും ഇന്ത്യൻ നേവി നിശ്ചിത കട്ട് ഓഫ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ കട്ട് ഓഫ് നിങ്ങൾ ഓരോ സെക്ഷനിൽ നിന്നും മറികടക്കേണ്ടതാണ്. ഇനി അടുത്ത സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം സയൻസ് നോക്കാം. സയൻസിൽ നിന്നും ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്, കൈനമാറ്റിക്സ്, ലാസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, വേവ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടറിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഒപ്റ്റിക്സ്, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻസ്, അറ്റോമിക് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസ്, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്, ഓർഗാനിക് കെമിസ്ട്രി, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്, ഫിസിയോളജി ആൻഡ് ഹ്യൂമൻ ഡിസീസ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് സയൻസിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ബയോളജി സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ബയോളജി സെക്ഷനിലെ ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഉണ്ടാവുക നോക്കുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗ്യാമറ്റോജെനിസിസ്, മെൻസ്ട്രൽ സൈക്കിൾ, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി ആൻഡ് എംബ്രോണിക് ഡെവലപ്മെൻറ്റ്, പാർട്ടുറേഷൻ ആൻഡ് ലാക്ടേഷന്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷന്, മ്യൂട്ടേഷൻ ആൻഡ് ജെനറ്റിക് ഡിസോർഡർ, മോളിക്കുലാർ ബയസിസ് ആൻഡ് ഇൻഹെറിറ്റൻസ്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻസ്, ഹ്യൂമൻ ജീൻ പ്രൊജക്റ്റ് ആൻഡ് DNA ഫിംഗർ പ്രിൻറ്റിങ്, എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി, ടൂൾസ് ആൻഡ് പ്രോസസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷന്, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, എനർജി ഫ്ലോ ആൻഡ് എക്കോളജിക്കൽ പിരമിഡ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ബയോളജിയിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് നോക്കുകയാണെങ്കിൽ പാസേജ്, പ്രിപ്പോസിഷൻ, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, ചേഞ്ച് ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവ് വോയിസ്, ചേഞ്ച് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ്, വെർബ്, ടെൻസ് അല്ലെങ്കിൽ നോൺ ഫെയിൻസ്, പഞ്ച്വേഷൻസ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രേസൽ വെർബ് ഫോർ എക്സ്പ്രഷൻസ്, സിനിനംസ് ആൻഡ് ആനണിംസ്, മീനിങ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്, യൂസ് ഓഫ് അഡ്ജക്റ്റീവ്, കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ, ഡിറ്റർമിനൻസ് അതായത് യൂസ് ഓഫ് എ, ദ, എനി എക്സെട്ര, യൂസ് ഓഫ് പ്രോനൗൺസ് തുടങ്ങിയ സെക്ഷനിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ജനറൽ അവയർനെസ് നോക്കുകയാണെങ്കിൽ കൾച്ചർ ആൻഡ് റിലീജിയന്, ജിയോഗ്രഫിയിൽ നിന്നും സോയിൽ, റിവർ, മൗണ്ടെയിൻ, പോർട്ട്, ഇൻലാൻഡ് ഹാർബർ, ഫ്രീഡം മൂവ്മെൻറ്റ്
തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ജിയോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവുക. അടുത്ത സ്പോർട്സ് നോക്കുകയാണെങ്കിൽ മേജർ ചാമ്പ്യൻഷിപ്പ്, വിന്നേഴ്സ്, ടേംസ്, നമ്പർ ഓഫ് പ്ലേയേഴ്സ്, ഡിഫൻസ്, വാർ ആൻഡ് നൈബേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്പോർട്സ് സെക്ഷനിൽ നിന്നും ഉണ്ടാവുക. അടുത്തായിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് നാഷണൽ ഫാക്ട് അബൌട്ട് ഇന്ത്യ ഹെറിറ്റേജ്, ആർട്സ്, ഡാൻസ്, ഹിസ്റ്ററി, നാഷണൽ ലാംഗ്വേജ്, ബേർഡ്, അനിമൽ, സോങ്, ഫ്ലാഗ് എക്സെട്ര. അടുത്തായിട്ട് വരുന്നത് ക്യാപിറ്റൽ ആൻഡ് കറൻസീസ്, കോമൺ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം ആൻഡ് അബ്രിവേഷൻസ്, ഡിസ്കവറീസ്, ഡിസീസ് ആൻഡ് ന്യൂട്രീഷന്, അവാർഡ് ആൻഡ് ഓതേഴ്സ്, എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്, സ്പേഷ്യൽ ആൻഡ് ന്യൂമറിക്കൽ റീസൺ ആൻഡ് അസോസിയേറ്റീവ് എബിലിറ്റി, സീക്വൻസ്, സ്പെല്ലിങ്, അൺസ്ക്രാംബ്ലിങ്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ് തുടങ്ങിയ ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് ജനറൽ അവയർനെസ്സിലെ ടോപ്പിക്ക് ഉണ്ടാവുക. ഇങ്ങനെ 4 ടോപ്പിക്കിൽ നിന്നാണ് ഇന്ത്യൻ നേവിയുടെ SSR മെഡിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവർ ഈ ടോപ്പിക് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യങ്ങളെല്ലാം +2 ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറെടുക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ നേവിയുടെ SSR മെഡിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.